ഹരി ഓം 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 ഹരി ഓം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരി ഓം 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 ഹരി ഓം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. ഹരി ഓം 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 ഹരി ഓം. സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സന്ദർഭങ്ങളിലും ആ അനുഭവങ്ങളെയൊക്കെ നമുക്ക് ഒരു പരീക്ഷണമായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിൽ അനുഭവങ്ങൾ വരുന്ന സമയത്ത് ആ അനുഭവങ്ങളെയൊക്കെ നമുക്ക് നേരിടാൻ നമുക്ക് ഫലം വേണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൊതുവെ അയാളുടെ ഫലം എന്ന് പറയുന്നത് ഒന്നുകിൽ ശാരീരികമായൊരു ഫലം, ആരോഗ്യം അല്ലെങ്കിൽ സൗന്ദര്യം, ഇത്തരം കാര്യങ്ങളിലൊരു ഫലമുണ്ട്. മനസ്സിന് ശാരീരികമായൊരു ഫലമുണ്ട്. രണ്ടാമത്തെ ഒരു ഫലം എന്ന് പറയുന്നത് അയാൾക്ക് അറിവുണ്ടാകുന്ന സമയത്ത് ഒരു കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവുണ്ടെങ്കിൽ ആ അറിവ് അയാൾക്കൊരു ഫലം കൊടുക്കും. ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഫലമുണ്ടാവും. അതുപോലെ തന്നെ കഴിവൊരു ഫലം തരും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് നല്ലവണ്ണം കഴിവുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നമുക്ക് അതിനെ അഭിമുഖീകരിക്കാനൊരു ഫലമുണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തൊരു ഫലം തരും, ആളുകൾ ബന്ധുക്കളൊരു ഫലം തരും. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് അനവധി തരത്തിലുള്ള ഫലങ്ങളുണ്ടാവാം. പക്ഷെ ശാരീരിക ഫലം, അറിവിൻ്റെ ഫലം, കഴിവിൻ്റെ ഫലം, സമ്പത്തിൻ്റെ ഫലം, ബന്ധുക്കളുടെ ഫലം, ഇങ്ങനെയൊക്കെയുള്ള ഫലത്തിലാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് പിടിച്ചു നിൽക്കുന്നത്. അതായത് ഫലം എന്ന് പറഞ്ഞാൽ സംഘത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഫലം. ഒരു സംഘത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഫലം. ഇപ്പം നമ്മുടെ ഫലം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ഈ ഫലങ്ങളൊക്കെ കാലനിയമങ്ങൾക്ക് വിധേയമാണ്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതായത് നാം ഇന്ന് ശാരീരികമായ ആരോഗ്യം ഇന്ന് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫലത്തിൽ നിൽക്കുമ്പോൾ ഈ ആരോഗ്യം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ സൗന്ദര്യം എന്നും എൻ്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടോ? ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഫലത്തിൽ മാത്രം ജീവിക്കുമ്പോഴാണ് ചിലർക്കുണ്ടല്ലോ ഈ ശരീരത്തിന് സൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന വല്ലതും ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മെൻ്റലി ഡിപ്രസ്ഡ് ആവും. അപ്പം സൗന്ദര്യം അതിൻ്റെ ഫലത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ എന്ന് സൗന്ദര്യം നമുക്ക് നഷ്ടപ്പെടുന്നു, അന്ന് നമ്മൾ മാനസികമായി തളർന്നിരിക്കും. അതുപോലെ തന്നെ അറിവിനും നമ്മളെ തളർത്താൻ പറ്റും.
അതെങ്ങനെയാണ് തളർത്താൻ പറ്റുക? കാരണം കാലം കൊണ്ട് ഓർമ്മശക്തി കുറഞ്ഞു വരും. കഴിവിനും നമ്മളെ തളർത്താൻ സാധിക്കും. എല്ലാ കഴിവുകളും എന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. സംഗീത ലോകത്തിൽ വളരെ പ്രസിദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ കഴിവുകളൊക്കെ കോട്ടം തട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നും ആ കഴിവുണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇനി സമ്പത്തിൻ്റെ ഫലവും എന്നുണ്ടാവുമോ? നമുക്കറിയാം എന്നും ഉണ്ടാവാൻ. ഇന്ന് റിസഷനൊക്കെ നടക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നല്ലവണ്ണം ശമ്പളം വാങ്ങിച്ചവർ കുറഞ്ഞ ശമ്പളം മേടിക്കേണ്ടി വരുന്നു. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ബന്ധുഫലവും ഉണ്ടാവുമോ? അതും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഏതിനോടൊക്കെ സംഘം ചെയ്തിരിക്കുന്നു, ബലത്തിന് വേണ്ടി സംഘം ചെയ്തിരിക്കുന്നു, ഇതൊക്കെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനങ്ങളാണ്. ഇന്ന് നമ്മൾ ഏതൊക്കെ പൊട്ടില്ല എന്ന് വിചാരിച്ച് കൊണ്ട് നടക്കുന്നോ അതൊക്കെ ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. അപ്പോൾ പിന്നെ ശരിക്കുള്ള ഫലം ഏതാണ്? മനസ്സിനെ കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു സാധ്യതയാണ്, മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യാലിറ്റിയാണ്, അവനെ മറ്റൊന്നുമായി സംഘം ചെയ്യാൻ സാധിക്കും. അതേതാണ്? കാലം കൊണ്ട് നശിക്കാത്ത, കാലം കൊണ്ട് മാറാത്ത, അവനിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന, അവനെ അവനവനാക്കി നിലനിർത്തുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അതുമായി നമ്മുടെ മനസ്സിനെ നമുക്ക് ഒന്ന് കൊളത്താൻ സാധിച്ചാൽ, ഒന്ന് സംഘം ചെയ്യാൻ സാധിപ്പിച്ചാൽ, ആ ബലത്തിൻ്റെ പേരാണ് ആത്മബലം എന്ന് പറയുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, യസ്ത്വാത്മരതിരേവസ്യൽ ആത്മതുഷ്ടശ്ച മാനവ ആത്മന്യേവാത്മനാ തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അവൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പരിഭ്രമവുമില്ല, അവൻ്റെ കാര്യത്തിൽ ഞാൻ അല്പം പോലും ചിന്തിക്കുന്നില്ല. കാരണം അവൻ ഏത് ബലത്തിൽ ജീവിക്കുന്നവനാണ്? ആത്മബലത്തിൽ ജീവിക്കുന്നവനാണ്. നമ്മൾ പ്രായം കൂടുന്തോറും മറ്റുള്ള ബലങ്ങളിൽ നിന്നും മനസ്സിനെ ആരിലേക്ക് തിരിക്കണം? ആത്മബലത്തിലേക്ക് തിരിക്കണം. അങ്ങനെ നമ്മൾ ആത്മബലത്തിലേക്ക് തിരിച്ചാൽ ജീവിതം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് നമുക്ക് നിരന്തരമായൊരു ഉപാസന ആവശ്യമുണ്ട് എന്ന് പറയാൻ. ഈ ജപ്പാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ കരാട്ടെ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾക്ക് വളരെ പ്രസിദ്ധിയുള്ള ഒരു നാടാണ് ഈ ചൈന തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള രാജ്യങ്ങൾ, തായ്ലൻഡ്, അങ്ങനെയുള്ള ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ. ജപ്പാനിലും ഉണ്ട്, ഇത് വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ഒരു പ്രത്യേക കളിയാണ് ജൂഡോ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കരാട്ടെ പോലെ തന്നെ ജൂഡോ എന്ന് പറയും, വളരെ പ്രസിദ്ധമാണത്. ഒരു കുട്ടി, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ ഈ ജൂഡോ ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ കരാട്ടേക്ക് ഇവിടെയും തുടങ്ങിയല്ലോ, എല്ലാവരും ജൂഡോ ക്ലാസ്സിന് പോകുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം കുട്ടിക്കാലത്തെ ഒരു കാർ ആക്സിഡൻറ്റിൽ കുട്ടിയുടെ ഇടത് കൈ പോയിരുന്നു. പക്ഷെ കുട്ടിക്ക് വലിയൊരു മോഹം, എനിക്ക് പഠിക്കണം എന്നുള്ളൊരു മോഹം. അങ്ങനെ ആ മോഹം അച്ഛനോട് പറയും, അച്ഛ എനിക്ക് എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന്. ഒരുവിധം ഗുരുക്കന്മാരെടുത്തൊക്കെ കൊണ്ടുപോയി അവർ പറഞ്ഞത് കൈയില്ലാതെ എങ്ങനെ പഠിക്കാൻ പറ്റുന്നു? രണ്ട് കൈയും വേണ്ടേ ഇതിന്? അഭ്യസിക്കണമെങ്കിൽ, ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു കൈ കൊണ്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുക? പക്ഷേ ഈ കുട്ടിക്ക് എന്തോ ഒരു കോൺഫിഡൻസ്, എനിക്കിത് പഠിക്കാൻ പറ്റുന്നു. അങ്ങനെ ഇരിക്കെ ഇവരുടെ വീട്ടിലൊരു ബന്ധു വന്നു. ആ ബന്ധുവിൻ്റെ മകനും ക്ലാസ്സിന് പോകുന്നുണ്ട്, ജൂഡോ ക്ലാസ്സിന്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി പോകുന്ന ആ സ്ഥലത്തുള്ള ഗുരുവിനോടൊന്ന് ചോദിച്ചു നോക്കാൻ. അച്ഛൻ ഈ മകനെയും കൊണ്ട് പോയി. അവിടെ ചെന്നോ പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഈ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, കുട്ടിക്ക് പഠിക്കണമെന്ന് നല്ല ഉത്സാഹമുണ്ടോ ചോദിച്ചു, താല്പര്യമുണ്ടോ ചോദിച്ചു. ഉണ്ട് പറഞ്ഞു. എന്നാൽ ഇന്ന് തുടങ്ങാം ക്ലാസ് എന്ന്. ആ കുട്ടിയെ അയാൾ സ്വീകരിച്ചു, ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് അങ്ങനെ കുട്ടി പഠനം തുടങ്ങി. ആ കുട്ടിയെ ഒരു വളരെ പ്രയാസപ്പെട്ട ഒരു മൂവ്മെൻറ്റ്, ഒരു സ്റ്റെപ്പാണ് പഠിപ്പിച്ചത്. 3 മാസം തുടർച്ചയായി അതെന്നെ പഠിപ്പിച്ചു. വേറെ ഒരു സ്റ്റെപ്പും അയാൾ പഠിപ്പിച്ചില്ല. അപ്പോൾ ഈ കുട്ടിക്ക് മറ്റുള്ളവരൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടം. കാരണം ജൂഡോയിൽ അനവധി സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ കളരിപ്പായിട്ട് പറയാറില്ലേ, എന്താണ്, എത്രാമത്തെ അടവാണ് ലാസ്റ്റ് അടവ്? അയാളുടെ 18ാമത്തെ അടവ് എടുത്തു എന്ന് പറയില്ലേ. അപ്പോൾ കുറേ അടവുകളുണ്ട്, ഇതിലുണ്ട് ഒരുപാട് അടവുകൾ. അപ്പോൾ ഈ കുട്ടി ഒരു അടവ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. കുട്ടിക്ക് വലിയ വിഷമായി. അപ്പോൾ ഒരു ദിവസം കുട്ടി ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് മറ്റുള്ളവരൊക്കെ ഒരുപാട് അടവുകൾ പഠിപ്പിച്ചു, സ്റ്റെപ്പുകൾ പഠിപ്പിച്ചു, എന്നെ മാത്രം ഒന്നല്ലേ പഠിപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞു. കുട്ടി അത് തന്നെ കുട്ടി പഠിക്കൂ, കുട്ടിക്ക് മനസ്സിലാവും എന്തിനാ ഈ ഗുരു അത് പഠിപ്പിച്ചു തന്നത് എന്ന്. കുട്ടിക്ക് മറ്റൊക്കെ പഠിപ്പിച്ചു തരാം, കുട്ടി ആദ്യം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ കുട്ടി വീണ്ടും ഉപാസന ചെയ്ത്, ഗുരുവിൽ നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ഒരിക്കലും ഗുരു പറയാണ്, കുട്ടി തയ്യാറായിക്കൊള്ളൂ,
നമ്മുടെ ജില്ലയിൽ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്, ഞാൻ കുട്ടിയെ കൊണ്ടുപോകാൻ പോകണു. അപ്പോൾ തൻ്റെ ഗുരുകുലത്തിൽ നിന്ന് 2-3 കുട്ടികളെ തിരഞ്ഞെടുത്തുള്ളൂ. അതിലൊരു കുട്ടി ഇതാണ്. കൊണ്ടുപോയി അങ്ങനെ ഒരു 2-3 അഭ്യാസങ്ങളൊക്കെ കാണിച്ചു. ആദ്യത്തേതിൽ കുട്ടി ഒന്ന് പരീക്ഷീണനായെങ്കിലും കുട്ടി ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗുരു ഇങ്ങനെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ കഴിവിൽ ഗുരുവിന് ബോധ്യമുണ്ടെന്ന്. അങ്ങനെ കുട്ടിക്ക് അറിയുന്ന അടവ്, കുട്ടിക്ക് യാതൊന്നും ചിന്തിക്കാനില്ല, ആകെ അറിയുന്നത് ഒറ്റ അടവേ ഉള്ളൂ. അത് വെച്ച് പൂശി അവന് വീഴ്ത്തി. അങ്ങനെ രണ്ടാമത്തവന് വീഴ്ത്തി. പിന്നെ അങ്ങനെ ക്വാർട്ടർ ഫൈനലായി, സെമി ഫൈനലായി. അങ്ങനെ ഒരു 19 പേരിൽ അവസാനം ഫൈനലിൽ ഈ കുട്ടിയാണ് വരുന്നത്. പിന്നെ ഒരു ശക്തനായിട്ടുള്ള ഒരാളും അറിവുകൊണ്ടും കഴിവുകൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും എത്രയോ കാലം അഭ്യസിച്ച ഒരാളായിട്ടാണ് ഈ കുട്ടി അഭ്യസിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പയറ്റ് ചെയ്യേണ്ടത്. തുടങ്ങി സമയം അവർ അറിയിച്ചു, 2 പേരും തുടങ്ങി. പക്ഷെ ആദ്യ കുറച്ച് സമയത്ത് ഈ കുട്ടിയെ വളരെയധികം വേദനിപ്പിച്ചു അയാൾ. കാരണം കുട്ടിക്ക് തിരിച്ചടിക്കാൻ ഒരു കൈ മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം കുട്ടി വീഴുന്നു കണ്ടപ്പോഴേക്കും ജനങ്ങളൊക്കെ എണീറ്റിട്ട് പറഞ്ഞു, ഇനി മതി, പാവത്തിനെ ദ്രോഹിക്കേണ്ട, മതി മതി, കളി മതി എന്ന്, ഞങ്ങൾക്ക് സന്തോഷമായി മതി എന്ന്. പക്ഷെ ഗുരു ചാടി എണീറ്റിട്ട് പറഞ്ഞു, പോരാ, തുടരട്ടെ കളി, എൻ്റെ വിദ്യാർത്ഥി ഒരിക്കലും തോൽക്കില്ല, എൻ്റെ വിദ്യാർത്ഥിയെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എന്നിലെന്തോ കഴിവുണ്ട്, അത് ഞാൻ ഉണർത്തിയേ പറ്റുള്ളൂ എന്ന്. ആ കുട്ടി ഒരു സന്ദർഭം കിട്ടിയതും തൻ്റെ അടവ് പ്രയോഗിച്ചു. അടവ് പ്രയോഗിച്ചു എന്ന് മാത്രമല്ല, ഒരൊറ്റ അടിക്ക് അവനെ വീഴ്ത്തി, അവനെ 2 ഇടി ഇടിച്ചു, അവൻ തളർന്നു. അപ്പോഴേക്കും എല്ലാവരും കയറി റിങ്ങിലേക്ക് കയറി കുട്ടിയെ എടുക്കണു, ചാടണു, ഡാൻസ് കളിക്കണു. അങ്ങനെ ഫൈനലിൽ കുട്ടി എത്തി. കുട്ടിക്ക് കണ്ണുനീര് വരുന്നു സന്തോഷം കൊണ്ട്. കാരണം മറ്റുള്ളവർക്കൊക്കെ 2 കൈയുണ്ട്, തനിക്ക് 1 കൈയേ ഉള്ളൂ, എന്നിട്ടും എനിക്ക് ഇവരെ തോൽപ്പിക്കാൻ പറ്റിയില്ലോ എന്ന് വളരെ സന്തോഷമായി. അങ്ങനെ കുട്ടിക്ക് വളരെയധികം അത്ഭുതമായി. അങ്ങനെ കുട്ടിക്ക് അവാർഡ് കൊടുത്തു. അങ്ങനെ കുട്ടി അവാർഡൊക്കെ മേടിച്ച് അവിടുന്ന് പോരുന്ന സമയത്ത് ഗുരുവിനെ കണ്ടപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, അല്ല, നമസ്കരിച്ചിട്ട് ചോദിച്ചു, എനിക്ക് 1 കൈയല്ലേ ഉള്ളൂ, 1 സ്റ്റെപ്പല്ലേ അങ്ങ് പഠിപ്പിച്ചുള്ളൂ, എന്നിട്ടും ഇവരെയൊക്കെ തോൽപ്പിക്കാൻ എനിക്ക് സാധിച്ചത് അതെങ്ങനെയാണ് എനിക്ക് സാധിച്ചത്, അതൊന്ന് പറഞ്ഞു തരുമെന്ന്. അതെങ്ങനെ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ഗുരു പറയാണ്, നിനക്ക് 2 കഴിവുകളുണ്ട്, 2 കഴിവുകൾ നിന്നിലുണ്ട്. ഒന്നാമത്തത്, നീ പഠിച്ചിരിക്കുന്ന അടവുണ്ടല്ലോ, അത് ജൂഡോയിലെ ഏറ്റവും പ്രയാസകരവും ബുദ്ധിമുട്ടുള്ള ഏറ്റവും അവസാനത്തെ അടവാണ് നീ പഠിച്ചിരിക്കുന്നത്. എത്രാമത്തെ അടവ്? 18ാമത്തെ അടവ്. അതാണ് നീ പഠിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് 18ാമത്തെ അടവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മണൽ വാരിയിടില്ല, കുരുത്തക്കേടാണ്. 18ാമത്തെ അടവാണ് നീ പഠിച്ചിരിക്കുന്നത്. 2ാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ അടവ് നീ പ്രയോഗിച്ചാൽ നിന്നെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രതിയോഗിക്ക് നിന്റെ ഇടത് കൈ പിടിക്കണം. അപ്പോൾ ആ സ്റ്റെപ്പ് നീ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിന്നെ തോൽപ്പിക്കാൻ ഇടത് കൈ പിടിക്കണം. നിനക്ക് ഇടത് കൈ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരിക്കലും നിന്നെ പിടിക്കാൻ സാധ്യമല്ല. അപ്പോഴേക്കും അവർ വീണിട്ടുണ്ടാവും. അങ്ങനെ നിന്റെ ദൗർബല്യത്തെ നീ ഒരു മുതൽക്കൂട്ടാക്കാൻ നിനക്ക് സാധിച്ചു എന്ന് പറയാൻ. ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്കൊക്കെ ഓരോ ദൗർബല്യങ്ങളുണ്ടാവും, ശാരീരിക രോഗങ്ങളുണ്ടാവും, ബന്ധുക്കൾ നോക്കാത്തവരുണ്ടാവും, അസുഖങ്ങളുള്ളവരുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, കഴിവ് കുറവുള്ളവരുണ്ടാവും, ബുദ്ധി കുറവുള്ളവരുണ്ടാവും. എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ടെങ്കിലും നമ്മളിലൊരു ശക്തിയുണ്ട്. ഏത് ശക്തി? ഈ നിമിഷം നമ്മളെ ഇവിടെ നിലനിർത്തുന്ന ഭഗവാനാകുന്നൊരു ചൈതന്യം നമ്മളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ശക്തിയെ നമ്മൾ ഒന്ന് ഉപാസന കൊണ്ട് പിടിക്കാൻ ശ്രമിച്ചാൽ ഏത് ദൗർബല്യത്തെയും നമുക്കൊരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് പരിവർത്തനം വരുത്താൻ സാധിക്കും. നമുക്കും പറയാൻ പറ്റും, എ സ്ലം ഡോഗ് ക്യാൻ ബിക്കം എ മില്യനെയർ നമുക്ക് പറയാൻ പറ്റും. അതാണ് ജീവിതത്തിൻ്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ ജീവിതത്തെ പരിവർത്തനം വരുത്തണമെങ്കിൽ നമുക്ക് അതിലേക്ക് തിരിഞ്ഞ് അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ ഗുരുക്കന്മാരുടെ സത്സംഗങ്ങളുടെ ആവശ്യമുണ്ട്. ഇവിടെ ഏതാ ഒരു മഹാത്മാവിനെ നാരദ മഹർഷി സത്സംഗത്തിലൂടെ ഭഗവാനിലേക്ക് കൊണ്ടുവരുന്ന കഥയാണ് 25ാമത്തെ അധ്യായം മുതൽക്ക് പറയുന്ന പുരഞ്ജനോപാഖ്യാനം എന്നുള്ള കഥ. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നേരത്തെ നമ്മൾ പ്രജേതസ്സുകളുടെ കഥ പറഞ്ഞു. പ്രജേതസ്സുകളുടെ അച്ഛനായിരുന്നു ആര്?
പ്രാചീന ബർഹിസ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ബർഹിഷ്മത്താണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് കിട്ടിയത്? ഞാൻ പറയണ്ടായി. എന്നും യാഗങ്ങൾ ചെയ്യുന്ന ആളാണ്. യാഗങ്ങൾ ചെയ്യുന്നതിന് യാഗദീക്ഷ എടുക്കണമെങ്കിൽ ദർഭപ്പുല്ലിൻ്റെ അറ്റം, അതിൻ്റെ അഗ്രം, അത് കിഴക്കോട്ട് തിരിച്ചിടണം. ചാണകം മെഴുകി അങ്ങോട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ യാഗദീക്ഷ സ്വീകരിച്ചവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ എന്നും ഈ കിഴക്കോട്ട് മുഖമാക്കി ദർഭപ്പുല്ലിടുക കാരണം അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് അങ്ങനെ പേര് കിട്ടി. അങ്ങനെ അദ്ദേഹം ഒരുപടി യാഗങ്ങൾ ചെയ്ത് എന്തിനു പറയണു, ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഹോമങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളും, ഇതിനെ പറയുക നമ്മളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഓരോ ആചാരാനുഷ്ഠാനങ്ങളാണല്ലോ. ഈ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് കിട്ടേണ്ടത് മനസ്സിന് കുറേ കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയൊക്കെ കിട്ടണം. എന്നാൽ ഈ ബർഹിഷ്മത്തിന് അല്ലെങ്കിൽ പ്രാചീന ബർഹിസിന് എന്ത് കിട്ടിയില്ല? ഉപാസന. അദ്ദേഹത്തിൻ്റെ ഉപാസന എന്നല്ല ഇതിനെ പറയേണ്ടത്, ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയണം. ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടൊന്നും അയാളുടെ മനസ്സിനെ ഉയർത്താൻ അയാൾക്ക് സാധിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആര് വരുന്നത്? നാരദർ. ശ്രീ മൈത്രേയ ഉവാചാം ഇതി സന്ദിശ്യ ഭഗവാൻ ബർഹിഷതൈ അർഭിഭൂജിതാം പശ്യതാം രാജപുത്രാണം തത്രൈവാന്തർദ്ധദേഹരാം. അങ്ങനെ ഭഗവാൻ പ്രജീതസ്സുകളെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് പോയതിന് ശേഷം പിന്നീട് പ്രാചീന ബർഹിസിന്റെ കഥയിലേക്ക് കടന്നുകൊണ്ട് പറയാണ്. പ്രാചീന ബർഹിഷം ക്ഷത്താം കർമ്മസ്വാസക്തമാനസം നാരദോ അധ്യാത്മതത്വജ്ഞാം കൃപാലു പ്രത്യബോധയൽ ശ്രേയസ്ത്വം കഥമൽ രാജൻ കർമ്മണ ആത്മനൈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേ കചേഷ്യതേ. പ്രാചീന ബർഹിഷ് എന്ന് പറയുന്ന രാജാവ് കർമാസക്തനായിരുന്നു. കർമാസക്തമാനസം. കർമാസക്തമാനസം എന്ന് പറഞ്ഞാൽ ആരെയാ പറയുന്നത് അറിയോ? ഈ കേവലം ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് അല്പമൊന്നും ശാസ്ത്രങ്ങൾ കേൾക്കാനോ പഠിക്കാനോ ശ്രമിക്കാതെ ചെയ്തത് തന്നെ ആവർത്തിച്ച് ചെയ്യുന്നവരെയാണ് കർമാസക്തന്മാരെന്ന് പറയുന്നത്. ഇന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രാചീന ബർഹിസ്മാർ? ഉണ്ടോ ഇല്ലയോ? കുറച്ചൊക്കെ നമ്മളും ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തോ സുഹൃത്തുക്കളായിട്ട് നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് നാരദമഹർഷി അധ്യാത്മതത്വം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? കഥയല്ല പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്, അധ്യാത്മ തത്വം പറഞ്ഞു കൊടുത്തു. എന്തിനാണത് പറഞ്ഞു കൊടുത്തത്? ശ്രേയസ്തം കഥമൽ രാജൻ കർമ്മണ ആത്മനൈഹസേ. നേരത്തെ അദ്ദേഹം വിചാരിച്ചത് എന്തിനപ്പം ഭാഗവതമൊക്കെ കേൾക്കണത്, മറ്റതൊക്കെ എന്തിനാ പഠിക്കുന്നത്, ഇത് തന്നെ ശ്രേയസ്സിലേക്ക് വഴിയൊരുക്കില്ലേ, അതായത് ഇത് തന്നെ എൻ്റെ ദുഃഖത്തെയും എൻ്റെ ജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കില്ലേ, ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കില്ലേ എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നേടേണ്ടത് രണ്ട് കാര്യങ്ങളാണ്: ദുഃഖഹാനി സുഖാവാപ്തി. ദുഃഖം പോവണം, സുഖം കൂടണം. എന്നാൽ ഈ പ്രാചീന ബർഹിസിന് ദുഃഖം പോയതുമില്ല, സുഖം കൂടിയതുമില്ല. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്നർത്ഥം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി വന്നപ്പോൾ ആ ആധാരബിന്ദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു: ന ജാനാമി മഹാഭാഗാം പരം കർമാപവിദ്ധതി ബ്രൂഹി മേ വിമലം ജ്ഞാനം യേന മുച്യേയ കർമ്മഭി ഗൃഹേഷു കൂടധർമ്മേഷു പുത്രധാരധനാർത്തതി ന പരം വിന്ധതേ മൂഢോ ബ്രാഹ്മ്യൻ സംസാരവന്മസോ. സത്യം പറയാലോ മഹർഷേ, ഞാൻ കർമാഭവദ്ധ്യതി, ഞാൻ കർമ്മത്തിൽ അത്രയും എൻ്റെ ബുദ്ധി സമർപ്പിച്ചിട്ട് എനിക്ക് കർമ്മമാണ് ജീവിതം എന്നങ്ങോട്ട് തെറ്റിദ്ധരിച്ചു. ഇവിടെ കർമ്മം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം ആചാര